മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിരുന്ന രത്തൻ ഖേൽക്കറെ മുഖ്യമന്ത്രി വി ഡി സതീശൻ സെക്രട്ടറി ആക്കിയത് ദേശീയ തലത്തിൽ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമെതിരെ ആയുധമാക്കിയിട്ടുണ്ട് ബി ജെ പിക്കാർ. അവരിത് ഉന്നയിക്കാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ബംഗാൾ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറെ അധികാരത്തിലേറിയ സുവേന്ദു സർക്കാർ ചീഫ് സെക്രട്ടറി ആക്കിയപ്പോൾ മോഷണം വലുതാണെങ്കിൽ പ്രതിഫലവും വലുതാണെന്ന് അന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞ സാഹചര്യത്തിൽ ഇപ്പൊ വി ഡി സതീശൻ ഇതേപോലെ തന്നെ രത്തൻ കേൽക്കറെ സെക്രട്ടറി ആക്കിയപ്പോഴും ഈ പ്രശ്നം പോകുന്നതും ഇപ്പം വിമർശനം കേൾക്കേണ്ടി വരുന്നതും രാഹുൽ ഗാന്ധിയാണ്. തീർച്ചയായിട്ടും. കാരണം ഇപ്പം അദ്ദേഹം എത്ര ന്യായീകരണം വി ഡി സതീശൻ പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. അദ്ദേഹം ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിക്കണമായിരുന്നു, അതിനകത്ത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയുന്ന ഒരു സമീപനം അത് എന്ത് തന്നെയാണെങ്കിലും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പൊളിറ്റിക്സ് ആണ്. ഇപ്പം രത്തൻ യു ഖേൽക്കർ എന്ന് പറയുന്ന ഒരു സീനിയർ IAS ഉദ്യോഗസ്ഥൻ പുറത്തേക്ക് പോകുന്നതിൽ ഇവിടെ രാഷ്ട്രീയത്തെയാണ് മാനിക്കേണ്ടത്. കാരണം ഈ എന്തുകൊണ്ട് UDF എന്ന് പറയുന്ന മുന്നണി അധികാരത്തിൽ കയറി, ഇതിന് മുന്നണി ബന്ധം ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഈ പറയുന്ന രത്തൻ ഖേൽക്കറെ പിടിച്ച് പ്രൈവറ്റ് സെക്രട്ടറി ആക്കുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഇവിടെ പൊളിറ്റിക്സ് ഉണ്ട്, ബേസ്ഡ് ഓൺ പൊളിറ്റിക്സ് ആണ് എല്ലാ കാര്യങ്ങളും. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മുടെ കേരളത്തിലാണ് രാഷ്ട്രീയ പ്രബുദ്ധത ഏറ്റവും കൂടുതൽ ആളുകൾ കേരളത്തിലുള്ളതാണെന്ന് പറയുന്നത്. രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് കേരളക്കാരെ അങ്ങനെ വിളിക്കുന്നത്. ഇവിടെ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ വി ഡി സതീശൻ അങ്ങനെ ഒരു നീക്കം നടത്തി. എന്താണ് കോൺഗ്രസിന്റെ ദേശീയ നിലപാട്? രത്തൻ കേൽക്കർ നമുക്കറിയാം ഒരു BJPയുടെ സ്റ്റാമ്പ് പതിപ്പിച്ച സർക്കുലർ പുറത്തിറക്കിയ ഒരാളാണ്. അപ്പം അദ്ദേഹത്തിന് സംഘപരിവാറുമായിട്ട് എന്താണ് ബന്ധം എന്നുള്ള കാര്യം ഇവിടുത്തെ കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട കോൺഗ്രസ്സുകാർക്കും ദേശീയ തലത്തിലുള്ള കോൺഗ്രസ്സുകാർക്കും ഒക്കെ അറിയാം രത്തൻ കേൽക്കർ ആരാണെന്ന്. ഒരിതുമില്ല രത്തൻ കേൽക്കറെ പിടിച്ചുകൊണ്ട് അവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആക്കൂ. നമ്മൾ മനസ്സിലാക്കട്ടെ, CEO ആണ്, ചീഫ് ഇലക്ഷൻ ഓഫീസർ ആണ്. അപ്പൊ അങ്ങനെ ഒരു പോസ്റ്റിലേക്ക് ഒരാളെ BJPക്കാർ നിയോഗിക്കണമെങ്കിൽ അദ്ദേഹത്തിന് സംഘപരിവാർ ബന്ധം ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അത് തന്നെയാണ് ഇവിടെ നമ്മൾ കാണേണ്ടത്. അപ്പൊ ദേശീയ തലത്തിൽ ഇപ്പം ഒരു വലിയ മോഷണത്തിന് വലിയ പ്രതിഫലം എന്ന് പറഞ്ഞ ആരാണ്? രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധി AICCയിലാണ് ഉള്ളത്. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ദേശീയ നേതാവാണ്. അപ്പൊ എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാതെ ഇവിടെ ഇങ്ങനൊരു തീരുമാനം നടത്തിയത്? അപ്പോ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധിയോട് ഒരു ചോദ്യമുണ്ട്. രാഹുൽ ഗാന്ധി പറഞ്ഞത് തന്നെയാണോ കേരളത്തിൽ സംഭവിച്ചത്? വലിയ മോഷണത്തിന് വലിയ പ്രതിഫലം അത് തന്നെയാണോ കേരളത്തിൽ സംഭവിച്ചതെന്ന് മറുപടി പറയേണ്ടത് രാഹുൽ ഗാന്ധിയാണ്. അപ്പം കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഒരു തീരുമാനം, കേരളത്തിലേക്ക് എത്തുമ്പോൾ വേറൊരു തീരുമാനം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? BJPയോട് കോൺഗ്രസിന് കേരളത്തിൽ ഒരു രീതിയാണ് അല്ലെങ്കിൽ ഒരു സമീപനമാണ് എന്നുള്ളത് ദേശീയ തലത്തിൽ പ്രഖ്യാപിക്കണം. നരേന്ദ്രമോദിക്കെതിരെ സമരം ചെയ്യാൻ ഇറങ്ങുമ്പോൾ രാഹുൽ ഗാന്ധി ആദ്യം പറയേണ്ടത് അതാണ്. ഇവിടെ MP ആയിട്ടിരിക്കുന്ന ഇന്ന് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന KC വേണുഗോപാൽ അക്കാര്യം ജനങ്ങളോട് പറയണം. ഞങ്ങൾ കേരളത്തിൽ BJPയോട് കൈ കൊടുക്കുന്നവരാണ്, അല്ലെങ്കിൽ BJPയുടെ സീല് പതിപ്പിച്ച് സർക്കുലർ ഇറക്കിയ ഇലക്ഷൻ കമ്മീഷനെ ഉൾക്കൊള്ളുന്നവരാണ് കേരളത്തിലെ കോൺഗ്രസുകാർ എന്ന് പറയാൻ KC വേണുഗോപാലിന് തന്റെ ഇടമുണ്ടോ? ഒഴിഞ്ഞു പോകരുത്, ആ തന്റെ ഇടം കാണിക്കണം. അപ്പൊ ജനങ്ങൾ മനസ്സിലാക്കും എന്താണ് ഡീല്, എവിടെയാണ് ഡീല് നടന്നത്. ഇപ്പൊ രത്തൻ ഇത് നമ്മൾ പറയുന്നത് എപ്പോഴും അത്രേ ഉള്ളൂ. പുള്ളി ഇതാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിഷ്കളങ്കമായ ഒരു തീരുമാനമോ അല്ലെങ്കിൽ പുള്ളി കേരളത്തിൽ നിന്ന് പോകുന്നതിലുള്ള വിഷമോ ഒന്നും അല്ല. അതായത് പേഴ്സണൽ സെക്രട്ടറി അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കിയതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും അതിന്റെ പിന്നിൽ പൊളിറ്റിക്സ് ഉണ്ട്. അത് ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും, ഇനി എത്ര ചിരിച്ച് പൂക്കി കളിച്ചിരുന്നാലും ശരി, കേരളത്തിൽ അങ്ങനെ ഒരു തീരുമാനം കൊണ്ടതിന്റെ പിന്നിൽ തീർച്ചയായിട്ടും പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രീയം ഇല്ല എന്ന് വ്യക്തമാക്കേണ്ടത് ദേശീയ നേതൃത്വമാണ്. കാരണം എന്താ? ദേശീയ നേതൃത്വമാണല്ലോ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കിയത്. AICCയിൽ മണിക്കൂറുകൾ അല്ല ദിവസങ്ങൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണല്ലോ വി ഡി സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുന്നത്. ഇനി അല്ലാന്നുണ്ടെങ്കിൽ AICC നേതൃത്വം പറയട്ടെ, വി ഡി സതീശൻ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി അല്ല എന്ന് പറയാൻ തന്റെ ഇടം ഉണ്ടാവും. അതെങ്കിലും പറയണം. ഞങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെയാണ് വി ഡി സതീശൻ ഈ പറയുന്ന പൂക്കി പരിപാടി കാണിച്ചത് എന്നുള്ള വിവരം രാഹുൽ ഗാന്ധി വ്യക്തമാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടായി പോകില്ലേ? പിന്നെന്തിനാണ് അവിടെ സുവേന്ദു അധികാരി അവിടുത്തെ മനോജോ അങ്ങനെ പറയുന്ന ഒരാളെ അവിടെ ഇതാക്കി കഴിഞ്ഞപ്പോ, അവിടുത്തെ ചീഫ് ഇലക്ഷൻ ഓഫീസറെ ഇതാക്കി കഴിഞ്ഞപ്പോ എന്തിനാണ് വെറുതെ പ്രതികരിക്കാൻ പോയത്? പ്രതികരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു അവിടെ. അതേപോലെ സെയിം ഒരു സംഭവമല്ലേ ഇവിടെ നടന്നിരിക്കുന്നത് കേരളത്തിൽ. അവിടെ തൃണമൂൽ കോൺഗ്രസിനെ തകർത്ത് തൂത്തുവാരി എറിഞ്ഞിട്ട് പകരം BJP അധികാരത്തിൽ കയറുന്നു. ഇവിടെ CPM തകർത്ത് തൂത്തുവാരി എറിഞ്ഞിട്ട്
കോൺഗ്രസ് അധികാരത്തിൽ കയറുന്നു. ആ അവിടെയാണെങ്കിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറെ മുഖ്യമന്ത്രിയുടെ പിന്നെ അവിടെ ചീഫ് സെക്രട്ടറി ആയിട്ട് നിയമിക്കുന്നു. ഇവിടെ എങ്ങനെയാണ്? ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനെ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി മാറ്റുന്നു. രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. രണ്ടും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. അവിടെ കൊടിയുടെ നിറം മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഫലത്തിൽ രണ്ടും ഒരേ ഇത് തന്നെയാണ്. നമ്മൾ പല സംശയമുണ്ട്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ സംശയങ്ങളാണ്. ഒന്ന്, വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഉണ്ടായി. ബംഗാളിൽ പോലും ഉണ്ടായില്ല അങ്ങനെ. വന്ദേമാതരം പൂർണ്ണമായി കേരളത്തിൽ ആലപിക്കുന്നു, തെറ്റല്ലേ? അതിനെതിരായി രാജ്യം എമ്പാടും ഒരു പ്രതിഷേധം കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. ആ കോൺഗ്രസ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അധികാരത്തിൽ കയറുന്ന സമയത്ത് വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കുന്നത് ശരിയായിരുന്നു? ഇല്ല. എന്നിട്ട് വി ഡി സതീശൻ പറഞ്ഞത് എനിക്ക് അതിന്റെ അറിവ് എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് മാധ്യമങ്ങളുടെ വീണ്ടും പച്ചക്കള്ളം പറയുന്നു. ഇതൊരു പ്രോട്ടോകോൾ അനുസരിച്ച് നടക്കുന്ന ഒരു ചടങ്ങല്ലേ? അതായത് ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങിന് അതിന് പ്രത്യേകം പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ അനുസരിച്ച് മാത്രമേ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടികൾ കേരളത്തിൽ എവിടെയും നടക്കുകയുള്ളൂ. എന്നിട്ട് പോലും ആ പ്രോട്ടോകോൾ പ്രകാരം ലഭിക്കേണ്ട എല്ലാ നിർദ്ദേശങ്ങളും മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട്, പൊതുഭരണ വകുപ്പിൽ ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന്? അപ്പോൾ അവിടെ ആലപിക്കാൻ അനുവദിച്ചു. ഇവിടെ നമുക്കറിയാവുന്ന പോലെ മേനോൻ എന്ന് എടുത്തു പറഞ്ഞത് അത് നിഷ്കളങ്കമായി എന്ന് തോന്നുന്നുണ്ടോ? അച്ഛനെ സ്മരിക്കാൻ വേണ്ടി മാത്രമാണ് മേനോൻ എന്ന വാക്ക് ഉപയോഗിച്ചതെന്ന് വെറുതെ നമുക്ക് തോന്നുമോ? അതെന്തിനു വേണ്ടിയായിരുന്നു? ഇവിടെ ടൈംസിലോ മറ്റോ നടത്തിയ ഒരു ഇന്റർവ്യൂവിനിടയിൽ അല്ലെങ്കിൽ ഒരു ഡിബേറ്റിൽ അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് അവിടെ ഒരു ടെലിവിഷൻ ആങ്കർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ആ ടെലിവിഷൻ ആങ്കർ ചോദിച്ച ചോദ്യം ഇതാണ്: ഇവിടെ ജമാഅത്ത് ഇസ്ലാമി അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ബാക്കപ്പിൽ ജമാഅത്ത് ഇസ്ലാമി വളർന്നു വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്ന മതതീവ്രവാദത്തെ എതിർക്കുമോ എന്നാണ് സ്പെസിഫൈ ചെയ്ത ഒരു ചോദ്യം വി ഡി സതീശനോട് ചോദിക്കുന്നു. ഇല്ല, അല്ലെങ്കിൽ എതിർക്കില്ല, അല്ലെങ്കിൽ എതിർക്കും. ഈ രണ്ട് വാക്കുകളിൽ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ നിലപാടായി കോൺഗ്രസിന്റെ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ നിലപാടായി. പക്ഷെ അതിന് വി ഡി സതീശൻ പറഞ്ഞ മറുപടി, ഇത്രയും അറിവുള്ള, എനിക്ക് തോന്നുന്നു LLM എടുത്ത ഒരാളാണ്. അപ്പൊ LLM ഡിഗ്രി ഉള്ള ഒരാള് ഈ ചോദ്യം മനസ്സിലാകാഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു മറുപടി പറഞ്ഞത് എന്ന് വിശ്വസിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഒരു സാധാരണ ഒരു ഡിഗ്രി മാത്രം പഠിച്ച ഒരു ഇംഗ്ലീഷിൽ അത്യാവശ്യം നോളജ് മാത്രമുള്ള ഒരാൾക്ക് ആ ചോദ്യം മനസ്സിലാവും. എന്നിട്ട് കൂടി എന്തുകൊണ്ടാണ് ഐ ആം നോട്ട് എ മുസ്ലിം, ഐ ആം ഹിന്ദു എന്ന് എന്തിനാണ് വി ഡി സതീശൻ ആ ദേശീയ മാധ്യമത്തിൽ ഇരുന്നുകൊണ്ട് അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്? ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാവുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ ചോദിച്ച ഒരു ചോദ്യത്തിന് അതിന്റെ അർത്ഥം അറിയാതെയാണ് വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെ പറഞ്ഞത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഐ ആം നോട്ട് എ മുസ്ലിം, ഐ ആം എ ഹിന്ദു എന്ന് അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞത് വെറുതെ അല്ല എന്നർത്ഥം. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ചാനൽ ചർച്ചയിൽ അങ്ങനെ മറുപടി പറയുന്നു. തുടർന്ന് സത്യപ്രതിജ്ഞയിൽ വന്ദേമാതരം പൂർണ്ണമായി ചൊല്ലുന്നു. അതിന്റെ രണ്ട് സ്റ്റാൻസ കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റാൻസകൾ മുതൽ വർഗീയവാദം കയറി വരികയാണ്. പിന്നീട് അവിടെ മേനോൻ എന്ന് എടുത്തു പറയുന്നു. ദാമോദരൻ മകൻ വി ഡി സതീശൻ എന്ന് പറഞ്ഞാൽ പോരെ? അതാണല്ലോ വി ഡി സതീശൻ. ആ ഡി ദാമോദരനാണല്ലോ. നമ്മൾ VDM സതീശൻ പറയേണ്ടി വരത്തില്ലേ? ദാമോദര മേനോൻ എന്ന് പറയുമ്പോ എമ്മും കൂടെ ചേർത്ത് പറയണ്ടേ? അത് പറയുന്നില്ലല്ലോ. അപ്പൊ ദാമോദരൻ സതീശൻ എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും. അവിടെ മേനോൻ എന്ന് പറയുന്നത് വളരെ കൃത്യമായി ഉപയോഗിച്ച ഒരു വാക്ക് തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയമില്ല. അപ്പം ഇതിനെ സാഹചര്യ തെളിവുകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ വി ഡി സതീശൻ എന്ന് പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രി ആകാൻ വേണ്ടിയിട്ട് നടത്തിയ ശ്രമങ്ങൾ ഒന്ന് ഇവിടുത്തെ എന്താ പറയാ ന്യൂനപക്ഷ ഏകീകരണമായിരുന്നു. അതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയോ പോലും അറിയാതെ നടത്തിയിട്ടുള്ള ഒരു പ്രത്യേകതരം ഓപ്പറേഷനാണ്. അതിന്റെ ഒരു റിസൾട്ട് എന്നുള്ള നിലയിലാണ് നമ്മൾ മെയ് 1-ാം തീയതി അദ്ദേഹം നടത്തിയ ഒരു യാത്രയെ നമ്മൾ കാണേണ്ടത്. മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ 10-15 ലക്ഷം രൂപ മുടക്കി അദ്ദേഹം അവിടെ പോകുന്നു. മംഗലാപുരത്ത് പോയി കാണുന്നത് JDS-ന്റെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഇതെല്ലാം പിന്നീട് ഈ പറയുന്ന പോലെ കിഷോർ അൽവ എന്ന് പറയുന്ന ഇതിന്റെ നമ്മുടെ അദാനി ഗ്രൂപ്പിന്റെ ഒരു പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ കൂടിക്കാഴ്ച നടത്തിയത്? അപ്പൊ നമ്മളെല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടി വരും. സതീശൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രീണന സമീപനങ്ങളെയെല്ലാം, ഒരു വർഗീയ പ്രീണന സമീപനങ്ങളെയെല്ലാം നമുക്ക് ഇങ്ങനെ അക്കമിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. മനസ്സിലാക്കി അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് നമ്മൾ കേരളക്കാർക്ക് എവിടെയോ ചില ചതി പറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും. സോ ഈ പറയുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഇരുന്നുകൊണ്ട് സതീശൻ നടത്തിയിട്ടുള്ള ഈ ശ്രമങ്ങളെല്ലാം നമ്മൾ അത്ര നിഷ്കളങ്കമായി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമല്ല.
ഇതിനെല്ലാം വളരെ കൃത്യമായ കണ്ണുകളോട് കൂടി തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കാട്ടിക്കൂട്ടിയിട്ടുള്ള പല ശ്രമങ്ങളെയും ഈ പറയുന്ന ഒരു വർഗീയ പ്രീണന അജണ്ടയോട് കൂടി തന്നെയാണ് നമുക്ക് വളരെ പച്ചയ്ക്ക് പറയേണ്ടി വരും എന്നുള്ളതാണ്.